കഴിഞ്ഞ മഴയത്ത് തിരുവനന്തപുരം മേലാറന്നൂരിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. മഴക്കാലം കഴിഞ്ഞു, അങ്ങനെ പൂർണ്ണമായും പറയാറായിട്ടില്ല, എങ്കിലും തുലാവർഷം വരാൻ പോകുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ ദുരിതം അത് വലിയ ദുരിതമായിരുന്നു. ഇപ്പോഴും ആ വെള്ളക്കെട്ട് മൂലം അവിടെ അവർ ദുരിതം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. റെയിൽവേ പാളത്തിന്റെ വികസനത്തിനായി മണ്ണെടുത്ത ഭാഗങ്ങളിലെ വെള്ളക്കെട്ടാണ് നിലവിലെ വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. ഡ്രെയിനേജുകളിൽ നിന്നടക്കമുള്ള വെള്ളമായതിനാൽ ദുർഗന്ധവും പകർച്ചവ്യാധി ഭീഷണിയും ഒക്കെ അവിടെ വലിയ തോതിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സ്ഥലം റെയിൽവേ ഏറ്റെടുത്തതിനാൽ കോർപ്പറേഷനിൽ പരാതി നൽകിയാലും പരിഹാരമില്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. കാലങ്ങളായി ദുരിതമനുഭവിക്കുന്ന ജനത. കഴിഞ്ഞ മഴയത്തും വെള്ളം കയറി, മുട്ടോളമായിരുന്നു വെള്ളം. മഴക്കാലം കഴിഞ്ഞു, എന്നിട്ടും പരിഹാരമുണ്ടോ? ഉണ്ടായിട്ടേയില്ല. കഴിഞ്ഞ മഴയത്ത് ഈ പ്രദേശമാകെ വെള്ളം കയറി. മഴക്കാലം കഴിഞ്ഞാലെങ്കിലും വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകുമെന്ന് കരുതിയതാണിവർ. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതിലും ഭയാനകമാണ്. റെയിൽവേ പാള വികസനത്തിനായി മണ്ണെടുത്ത പ്രദേശത്താകെ വെള്ളക്കെട്ടാണ്. ഓടയുടെ നിർമ്മാണവും പാതി വഴി. തൊട്ടടുത്ത ഡ്രെയിനേജുകളിൽ നിന്നടക്കം ഒഴുകിയെത്തുന്ന മലിനജലമാണ് കെട്ടിക്കിടക്കുന്നത്. പരിസര പ്രദേശങ്ങളിലുള്ളവർ പകർച്ചവ്യാധിയെ അടക്കം ഭയക്കുന്നുണ്ട്. കൊതുവിൻ്റെ ശല്യമാണ് ഭയങ്കരമാണ്. ഇതിപ്പോൾ ഏകദേശം ഈ ഓടയെല്ലാം കൂടെ ഇടിഞ്ഞ് അകത്ത് പോയി. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് പണി ചെയ്യണമില്ല. ആ റോഡ് മോശമാണ്. റോഡിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പറഞ്ഞാലും റെയിൽവേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇല്ല, അതുകൊണ്ട് ഇത് ഈ വെള്ളം ഒഴുകാൻ സംവിധാനമില്ലല്ലോ. അത് മാത്രമല്ല, ഈ സമയത്ത് തന്നെ വാഹനങ്ങൾ നമ്മൾ ഒരു വണ്ടികളും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഇപ്പോൾ ഉള്ള വേറൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേക്ക് അടുത്തോടുകൂടി കോർപ്പറേഷൻ ഇതിൽ ഇടപെടാതെയായി. കാരണം അവർക്ക് ഇടപെടട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ റെയിൽവേയുടെ എന്ന് പറഞ്ഞാൽ അവരുടേതായ ഫോർമാലിറ്റീസ് അനുസരിച്ച് ചെയ്തു വരുമ്പോഴുള്ള കാലതാമസം എന്തായാലും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. കഴിഞ്ഞ മഴയത്ത് വീടുകളിൽ വെള്ളം കയറിയത് മൂലം വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായവരാണ് ഇവിടെയുള്ളവരിൽ ഭൂരിഭാഗവും. അവർക്ക് ഈ വെള്ളക്കെട്ടുണ്ടാക്കുന്നതും ഗുരുതര പ്രതിസന്ധിയാണ്. ഡ്രെയിനേജ് വെള്ളമാണ് വരുന്നത്. ഇത് കുഞ്ചാലുമൂട് നിന്നൊക്കെ വരുന്ന ഡ്രെയിനേജ് വെള്ളമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര സ്മെല്ലുമാണ്. അതുകൂടാതെ ഭയങ്കര കൊതുവാണ്. ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാലും പ്രശ്നമാണ്, മഴ ഇല്ലെങ്കിലും പ്രശ്നമാണ്. വെള്ളം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നേരത്തെ പോകാനുള്ള വഴി കുറച്ചുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. അതിനി എല്ലാം ക്ലിയർ ചെയ്ത് വരുമ്പോൾ മാത്രമേ ഈ വെള്ളക്കെട്ട് നിൽക്കുകയുള്ളൂ. ഇപ്പം നമുക്ക് നേരത്തെ ഇവിടെ ഒരു ഓടയുണ്ട്, ഞാൻ നിൽക്കുന്നത് ഓടയാണ്. ഈ ഓടയിൽ കൂടെ ആയിരുന്നു വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്. അത് നികന്ന് ഒരു കുറച്ച് വെള്ളം മാത്രമേ പോകാൻ വഴിയുള്ളൂ. ബാക്കി അത്രയും റോഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കൂടാതെ നിർമ്മാണം പാതിയിൽ അവസാനിപ്പിച്ചത് മൂലം പ്രദേശത്തെ റോഡുകളാകെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണെന്ന പരാതിയുമുണ്ട്. റെയിൽവേ വികസനത്തിനോടൊപ്പം റോഡുകളുടെ വികസനം കൂടി ഇവിടെയുള്ളവർ ആവശ്യമായി പറയുന്നു. ഇവിടെയുള്ളവരാരും വികസനത്തിനെതിരല്ലെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും പരിഹാരമുണ്ടാകേണ്ടതുണ്ട്. ക്യാമറമാൻ ജിഷ്ണു സുരേന്ദ്രനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഇങ്ങനൊരു ദുരിതം അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടുത്തുകാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു പ്രദേശമാകെ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അതിനൊരു പരിഹാരം ആര് കാണും എന്ന ചോദ്യം മാത്രമാണ് ബാക്കി വന്നത്. കാരണം റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്, കോർപ്പറേഷനോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഇതിനോടകം തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് ഇടപെടുക, ആരാണ് ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരിക എന്ന് കുറേ നാളുകളായി ഈ പ്രദേശത്തുള്ളവർ ചോദിക്കുകയാണ്. ഇനിയുമുണ്ട് ചില പ്രതികരണങ്ങൾ. ഇതിൻ്റെ പണി നടക്കുന്നു, അവിടെ ഓടയുടെ പണിയും നടക്കുന്നു. കാരണം വെള്ളം കുഞ്ചാലുമൂടുന്നും പൂജപ്പുര തമലത്തുനിന്നെല്ലാം വരുന്ന വെള്ളം ഇതുവഴിയാണ് പോകുന്നത്. ആ വെള്ളം ഇനിയിപ്പോൾ അവിടെ ഈ പാലം പണി നടക്കുന്നുണ്ട്. പാലം പണി പുതിയ റോഡ് വരുമ്പോൾ വെള്ളം ഇങ്ങോട്ട് വരാത്ത രീതിയിൽ അങ്ങോട്ട് വിട്ടാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതിന് ഇവിടെ വേറെ ഒരു മാർഗ്ഗമില്ല. യെസ്, ഡെഫിനറ്റ്ലി ഡ്രെയിനേജ് വാട്ടർ. Drainage water, it is very harmful to us. We are living 3 more families. We are hurting very badly. I don't know what it is. Anything they don't reveal in front of us. We are here and we are residing here. They have no problem, but we are badly hurting that effect.
വീടുകളും ഉണ്ട്, ഇഷ്ടംപോലെ വീടുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുത്തെ കൗൺസിലർ അടുത്ത് പറഞ്ഞു. കൗൺസിലർ വന്നിട്ട് അത് പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ റെയിൽവേ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം കൂടെയാണ് ഡ്രെയിനേജിൻ്റെ വെള്ളം കൂടെയാണ് ഇവിടെ കിടക്കുന്നത്. ഡ്രെയിനേജ് വെള്ളവും ഇവിടെ കളിക്കാൻ പറ്റൂല, അഴുക്ക വെള്ളമൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. കൊതു ശല്യം എല്ലാം കുറേ കാലം കൊണ്ടുണ്ട്. പണി നടക്കൂല ഇവിടെ, ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്തിട്ട് പോകും. ഇത് ഫുള്ള് റോഡിലോട്ട് കയറും. നമുക്കാണെങ്കിൽ ഒരിടത്തും പോകാനൊന്നും പറ്റൂല, ദേഹം ഫുള്ള് വെള്ളവും. പിന്നെ നമുക്ക് കളിക്കാൻ പറ്റൂല. പിന്നെ ഇതാണെങ്കിൽ ശരിയാക്കൂല. ഈ റോഡ് ഫുള്ള് ഇളകി തിരിഞ്ഞ് കിടക്കണം. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഭയങ്കര കുലുക്കം ഇങ്ങനെ. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ വെള്ളം ഫുള്ള് ബാഗിൽ. അപ്പോൾ കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ ഒരുപോലെ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നവരുടെ പ്രതികരണം നിങ്ങളും വ്യക്തമാണ്. എന്തായാലും ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.